ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഡിജിറ്റൽ മല്ലു. എൻ്റെ പേര് അഖിൽ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പുതിയൊരു വർക്ക് ഫ്രം ഹോം ജോലിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ നല്ലൊരു കമ്പനിയിൽ നല്ലൊരു ജോലി നോക്കുന്നവരാണോ? സെയിൽസോ ടാർഗറ്റോ അങ്ങനെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാത്ത ജോലിയാണോ നിങ്ങൾ നോക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ. നിങ്ങളൊരു പെർമനന്റ് ആയിട്ട് ടൈപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത് അങ്ങനത്തെ ഒരു ജോലിയെ പറ്റിയിട്ടാണ്. ഇവിടെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്രൈറ്റീരിയ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. കൂടാതെ നിങ്ങളുടെ ഏജ് ക്രൈറ്റീരിയയും കമ്പനി ഇവിടെ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഏത് വയസ്സിലുള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത് കമ്പനി പ്രത്യേകിച്ച് ഏജ് ക്രൈറ്റീരിയ കാര്യങ്ങളൊന്നും കമ്പനി പറയുന്നില്ല. നിങ്ങളൊരു സ്റ്റുഡന്റ് ആണെങ്കിൽ, നിങ്ങളൊരു റിട്ടയർഡ് പേഴ്സൺ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ഹൗസ് വൈഫ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ആയിട്ടൊരു ഫ്ലെക്സിബിൾ ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതൊരു നല്ലൊരു ബെനിഫിറ്റ് ആണ് ഈ കമ്പനിയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്. ഇവിടെ നിങ്ങളുടെ പേയ്മെന്റ് സ്ട്രക്ചറിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മണിക്കൂറിന് 200 രൂപ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. അതാണ് നിങ്ങളുടെ പേയ്മെന്റ് സ്ട്രക്ചർ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾ വർക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങളെ ഹയർ ചെയ്യുന്ന കമ്പനി ജോസ്റ്റാക്ക് എന്നൊരു കമ്പനിയാണ്. നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കും. യൂട്യൂബിലൊക്കെ പലപ്പോഴും നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുള്ള കമ്പനി ആയിരിക്കും. യൂട്യൂബിൽ അവരുടെ ഡീറ്റെയിൽസ് ഉണ്ട്. ഡീറ്റെയിൽസ് കാര്യങ്ങൾ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇവർ വിളിച്ചിരിക്കുന്ന ട്രാൻസ്ക്രിപ്ഷൻ എന്നൊരു പോസ്റ്റിലേക്കാണ് ഇവർ വിളിച്ചിരിക്കുന്നത്. ഇതൊരു ടൈപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലിയാണിത്. ഇത് ഏതൊരു കാൻഡിഡേറ്റ്സിനും ചെയ്യാൻ സാധിക്കുന്ന ഒരു ജോലിയാണ്. ഇവർ ഒരു ഓഡിയോ തരും അല്ലെങ്കിൽ ഒരു വീഡിയോ തരും. അത് നിങ്ങൾ കേൾക്കുക. കേട്ട ശേഷം അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നിങ്ങളുടെ ജോലി വരുന്നത്. ഇവിടെ നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു എക്സാമോ ഒന്നും തന്നെ ഇല്ല. ആദ്യം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം. അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. യാതൊരുവിധ പൈസയും നിങ്ങൾ അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ ശേഷം അവർ 2-3 ഓഡിയോ നിങ്ങൾക്ക് തരും. ആ ഓഡിയോ നിങ്ങൾ ടൈപ്പ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കണം. നിങ്ങൾ അത് കറക്റ്റ് ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ അവർ സെലക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വീക്ക്ലി ബേസ് ആയിരിക്കും പേയ്മെന്റ് വരുന്നത്. ഡയറക്റ്റ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലായിരിക്കും വരുന്നത്. ഇവിടെ നിലവിൽ വേക്കൻസി വന്നിരിക്കുന്നത് ഹിന്ദി ട്രാൻസ്ലേറ്റർക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഉടനെ തന്നെ മറ്റു ലാംഗ്വേജിലേക്കും വേക്കൻസി വരാൻ സാധ്യതയുണ്ട്. ഇവിടെ കമ്പനി എങ്ങനെയാണ്, നിങ്ങൾ ഇവിടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഇവിടെ നിങ്ങൾ എങ്ങനെ രജിസ്ട്രേഷൻ പ്രോസസ് എങ്ങനെയാണ്, ഇവിടെ നിങ്ങളുടെ എക്സാം അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണ് നിങ്ങളുടെ വോയിസ് ടെസ്റ്റ് എങ്ങനെയാണ് വരുന്നത്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയാം. നിങ്ങളുടെ ജോബ് പ്രൊഫൈൽ, ഇവിടെ നിങ്ങളുടെ ജോബ് പ്രൊഫൈൽ എങ്ങനെയാണ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. കൂടാതെ മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് എത്തുന്ന വ്യക്തികളാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വർക്ക് ഫ്രം ഹോം റിലേറ്റഡ് ഒരുപാട് വീഡിയോസ് ഇനിയും എൻ്റെ ചാനൽ വരുന്നുണ്ട്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിരിക്കുക. അതിൽ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് കടന്നു വരും. ഓക്കെ, ഇവിടെ കമ്പനിയുടെ നെയിം കൊടുത്തിട്ടുണ്ട്, ജോസ്റ്റാക്സ്. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ലേഷൻ. ഇവിടെ നിങ്ങളുടെ ജോബ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ കമ്പനി നെയിം കൊടുത്തിട്ടുണ്ട്. കമ്പനിയുടെ വരുന്നത് ഹരിയാന ഗുഡ്ഗാവ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കമ്പനി ഹെഡ് ഓഫീസ് വരുന്നത്. ഇത് ഒരു ദിവസം മുന്നേ പോസ്റ്റ് ചെയ്ത ജോലിയാണ്. ഇവിടെ ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, പ്രൊഫഷണൽ ഹിന്ദി ട്രാൻസ്ക്രിപ്ഷൻ. ഇതൊരു റിമോട്ട് ജോബാണ്. ഓക്കെ, ഇവരുടെ കമ്പനി നെയിമൊക്കെ കൊടുത്തിട്ടുണ്ട്, ജോബ് സ്റ്റോക്കിനെ പറ്റി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. അത് ഇവർക്ക് കിട്ടിയ അവാർഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒക്കെ നിങ്ങളുടെ ജോലി എന്താണ് എന്നൊക്കെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇതൊരു ടാസ്ക് ബേസ്ഡ് ജോലിയാണിത്. ഒരു നിങ്ങൾക്ക് ടാസ്ക് തരും, നിങ്ങൾക്ക് ഹിന്ദി. ഇതൊരു ടാസ്ക് ബേസ്ഡ് ജോലിയാണ്. കീയോർ റെസ്പോൺസിബിലിറ്റി നോക്കാം. നിങ്ങൾ ഹിന്ദി ഓഡിയോ വീഡിയോ റെക്കോർഡ് ചെയ്ത് അവർ നിങ്ങൾക്ക് ഹിന്ദി വീഡിയോയും ഓഡിയോയും നിങ്ങൾക്ക് അയച്ചു തരും. അത് നിങ്ങൾ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്ത്, ദേവനാഗരി എന്ന് പറഞ്ഞാൽ ഹിന്ദിയിലൊരു പാടൊന്നുമില്ല, അത് നിങ്ങൾ അതേപോലെ ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കണം. സ്ക്രിപ്റ്റിൽ അയച്ചു കൊടുക്കേണ്ടി വരും. പ്രോപ്പർ ഗ്രാമറായിട്ടും അതിൽ നിങ്ങളുടെ പ്രൊണൗൺസിയേഷൻ ആൻഡ് സ്പെല്ലിങ്സ് ഇതെല്ലാം പ്രോപ്പറായിട്ട് കറക്റ്റ് ഉണ്ടാകുന്ന തന്നെ നോക്കിയിട്ട് വേണം അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അസസ്മെന്റ് ടാസ്ക് വിത്ത് ദ ഗീവൻ ഡെഡ് ലൈൻ. ആ ഒരു കംപ്ലീറ്റ് ദ ടാസ്ക് ചെയ്യുന്നത്, അത് അസൈൻമെന്റ് കൊടുക്കുന്നത് ആ ഒരു ഡെഡ് ലൈന് മുന്നേ തന്നെ നിങ്ങളത് കൊടുത്തിരിക്കണം. ഓക്കെ, ഇവർ വർക്ക് ഓൺ എ പ്രൊജക്ട് ബൈ പ്രൊജക്ട് ബേസിസിലായിരിക്കും നിങ്ങൾക്ക് ടാസ്ക് തരുന്നത്. നിങ്ങൾ പ്രൊജക്ട് കഴിഞ്ഞ ശേഷം അത് നിങ്ങൾ ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ അവർ അടുത്ത പ്രൊജക്റ്റ് തരുള്ളൂ. അതുകൊണ്ട് എല്ലാ പ്രൊജക്റ്റും അത്ര തന്നെ മികവുറ്റതാക്കാൻ ശ്രമിക്കുക. കീ റിക്വയർമെൻറ്റ്, നിങ്ങൾക്ക് എന്തൊക്കെ കീസ് വേണമെന്നാണ്. നിങ്ങൾക്ക് പ്രൊഫിഷ്യൻസി ഇൻ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഹിന്ദി, നിങ്ങൾക്ക് ഹിന്ദി നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. കൂടാതെ സ്ട്രോങ് ലിസണിങ് ആൻഡ് കോംപ്രിഹെൻഷൻ സ്കിൽ, നിങ്ങൾ നല്ല രീതിയിൽ കേൾക്കാനുള്ള കഴിവുണ്ടായിരിക്കണം, ഹിന്ദി നല്ല രീതിയിൽ കേട്ടിരിക്കാനുള്ളതും. പിന്നെ നിങ്ങൾക്ക് അറ്റൻഷൻ ഉണ്ടായിരിക്കണം, അറ്റൻഷൻ എബിലിറ്റി ഉണ്ടായിരിക്കണം. കൂടാതെ
ട്രാൻസ്ക്രിപ്ഷനിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പ്ലസ് ആണ്, ഇല്ലെങ്കിൽ മാൻഡേറ്ററി അല്ല, അതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, എബിലിറ്റി ടു മാനേജ് യുവർ ടൈം ആൻഡ് മീറ്റ് ഡെഡ് ലൈൻ. നിങ്ങളുടെ ടൈം മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ കാരണം ഡെഡ് ലൈന് മുന്നേ വരുന്ന ഡെഡ് ലൈന് മുമ്പ് നിങ്ങൾ ആ വർക്ക് കൊടുത്തിരിക്കണം. കൂടാതെ അടുത്ത ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് ആണ്. ദിസ് ടാസ്ക് ബേസ്ഡ് ഓൺ എ റോൾ. ഇതൊരു ടാസ്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു ജോലിയാണ്. മീനിങ് യു വിൽ ബി അസൈൻ ദ പ്രോജക്റ്റ് as they become available. ദേ ബിക്കം അവൈലബിൾ. കാരണം അവർ അവൈലബിൾ ആവുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ടാസ്ക് തരുള്ളൂ. നിങ്ങൾക്ക് ഡെയിലി ടാസ്ക് ഉണ്ടാവണമെന്നില്ല. നിങ്ങളുടെ ടാസ്കിനനുസരിച്ചായിരിക്കും അവർ നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരുന്നത്. അത് കഴിഞ്ഞ് യു ഹാവ് ദ ഫോളോ ദ ട്രാൻസ്ക്രിപ്ഷൻ ഗൈഡ് ലൈൻസ്. ഇവർക്കൊരു ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യുന്നതിന് ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. അത് ഞാൻ ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, വൈ ജോയിൻ അസ്. ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് ഇൻട്രസ്റ്റ് ദ പ്രോജക്റ്റ് ഫ്രം ബേസ് കംഫോർട്ട് ഓഫ് യുവർ ഹോം. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ വർക്ക് ചെയ്ത് ഇവരുടെ കൂടെ സപ്പോർട്ടീവായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഫ്രീലാൻസ് ആയിട്ടും നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ടൈമിലും നിങ്ങൾക്ക് പ്രൊജക്റ്റ് ബേസ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇവിടെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും ബാക്കി ഡീറ്റെയിൽ എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും എത്ര വയസ്സോ അങ്ങനെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷനോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഏത് ക്വാളിഫിക്കേഷനുള്ള ആൾക്കും ചെയ്യാവുന്നൊരു ജോലി തന്നെയാണ്. ഹൗ ടു അപ്ലൈ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഈ ഫോമിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ മുകളിൽ എഴുതിയിട്ടുണ്ട് ഹിന്ദി ട്രാൻസ്ക്രിപ്റ്റേഷനിസ്റ്റ് എന്ന ജോലിയാണിത്. ഇത് നിങ്ങളുടെ ജോലി വിവരങ്ങളെല്ലാം മുകളിൽ കൊടുത്തിട്ടുണ്ട്. കമ്പനി നെയിം കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഗൂഗിൾ ഫോമാണ്. ഇത് നിങ്ങൾ ഫില്ല് ചെയ്യുക. ഇവിടെ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ മെയിൽ ഐ ഡി വരും. ഇതാണ് ട്രാൻസ്ലേഷൻ ഗൈഡ് ലൈൻ. ഈ ഗൈഡ് ലൈൻ ഒന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ മെയിൽ ഐ ഡി വരും. ഇത് ജസ്റ്റ് ഒന്ന് ഇവരുടെ ഗൈഡ് ലൈൻ ആണ്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഇത് ഹിന്ദിയിലുണ്ട് ഇംഗ്ലീഷിലുണ്ട്, നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ പേര് കൊടുക്കുക, നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക, നിങ്ങളുടെ വയസ്സ് കൊടുക്കുക, നിങ്ങളുടെ ഇമെയിൽ നമ്പർ, നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. അത് കഴിഞ്ഞ് 3 ആഡിയോ അവർ തരുന്നുണ്ട്. ആഡിയോ ഞാൻ കേൾപ്പിച്ചു തരാം. जीवन एक नदी की तरह होता है जो अपने रास्ते में कई मोड़ और चट्टानों से गुजरता है. कभी यह शांति से बहता है तो कभी उसमें तूफान का आवेग होता है. നിങ്ങളിത് കേട്ടില്ലേ? ഇത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നിങ്ങൾ അയക്കേണ്ടതാണ്. ഇത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഈ ഓഡിയോ നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഇവിടെ കൊടുക്കേണ്ടതാണ്. ജസ്റ്റ് ഒരു ഫോണിലോട്ട് ഷെയർ ചെയ്ത ശേഷം ഇതിൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. ഇന്നത്തെ ഈ വർക്ക് ഫ്രം ഹോം ജോലി നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും ഇവിടെ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്നും ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് വോയിസ് ടെസ്റ്റ് പാസ്സാകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് വളരെ വളരെ ടഫായിട്ടുള്ളൊരു ജോലിയൊന്നുമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഹിന്ദി നോളജ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അവർ അയച്ചു തരുന്ന വോയിസ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ആ സമയത്ത് അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ സൂട്ടബിൾ ആണ് എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അവർ കോൺടാക്ട് ചെയ്യും. ജോബ് സ്റ്റോക്ക് എനിക്ക് തോന്നുന്നു എല്ലാ ഭാഷകളിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ടൈമിൽ നിങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്ത സമയത്ത് നാളെ മലയാളത്തിൽ വേക്കൻസി വരുന്ന സമയത്ത് നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഈ ജോബ് റിലേറ്റഡിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമന്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. കൂടാതെ മറ്റൊരു കാര്യം പ്രത്യേകം പറയണം, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് എത്തുന്ന വ്യക്തികളാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വർക്ക് ഫ്രം ഹോം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും എൻ്റെ ചാനൽ വരുന്നുണ്ട്. ഓക്കെ, അടുത്തൊരു വീഡിയോ വരുന്നത്. ബൈ.